ആ ഇതിപ്പോ ഓരോന്നായിട്ട് കൊണ്ടുവച്ചേക്കുന്ന ഇത്ര നേരത്തെ ഇതെന്ത് പറ്റി? അല്ല കൊച്ചമ്മക്ക് ഇപ്പോഴേ വിളമ്പേണ്ട കാര്യമില്ലായിരുന്നു. ഇതൊക്കെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. അപ്പൊ അതെന്റെ കൈ കൊണ്ട് തന്നെ വിളവി കൊടുക്കണം. അല്ല സുരഭി എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ കൊച്ചമ്മയ്ക്ക് വേണ്ടി? അവൾ ഉണ്ടാക്കിയത് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ അമ്മയ്ക്ക് കൊടുത്ത് വയറ് നിറയ്ക്കും. അവളവിടെ പോയി ഇലയെ തന്നെ ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇല വെട്ടാൻ പോയി. അയ്യേ മഴയൊക്കെ പെയ്ത് ഇലയൊക്കെ ബ്ലേ. എന്താന്ന് ബ്ലേ? ഒന്നുമില്ല, ഇലയ്ക്ക് തുല്യ ഇല തന്നെ. ഇത്തിരി ചൂടുകൊണ്ടിട്ട് കഴിയാൻ എല്ലാം അങ്ങ് പോകും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. ഓ എന്തേലും ആട്ടോ. അയ്യോ അയ്യോ എന്തു പറ്റിയമ്മ? അയ്യോ ഒന്നുമില്ലേ. എന്താ കാണിച്ചേ? ഓ എന്റെ ഒന്നുമില്ല. എന്റെ ബ്ലൗസിന്റെ ഹുക്ക് ഞാനൊരു സൂചിയും നൂലും എടുത്തൊന്ന് തയ്ക്കാൻ നോക്കിയത്. അപ്പൊ ആ സൂചിയുടെ അറ്റം ഒന്ന് ചെറുതായിട്ട് കൊണ്ടുപോകും. ഓ ഒന്ന് സൂക്ഷിക്കണ്ടേ അമ്മ? മെല്ലെ ഇരുന്നേ ഇരുന്നേ, മുത്തോണ്ടാന്ന് മാർക്കേ കാണിച്ചേ. ഇല്ലല്ല പോയി 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 പോയി. ചെറുതാണെങ്കിലും വലിയ മുറിവാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ പോകണം. വലിയ മുറിവാണ്. ഇല്ല ഹോസ്പിറ്റലോ? എന്തൊക്കെയാ കൊച്ചേ നീ പറയുന്നത്? ഒരു സൂചി കൊണ്ടൊരു ഹോസ്പിറ്റലിൽ പോണോ? അമ്മേ സൂചി കൊണ്ടുള്ള മുറിവാണ് പിന്നെ തൂമ്പ കൊണ്ടുള്ള മുറിവായി മാറുന്നത്. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഇത് അല്ലെങ്കിൽ സെപ്റ്റിക് ആവേ. വേണ്ട, തൂമ്പായും കൂടാലിയും ഒന്നും വേണ്ട. ഇത് താനെ കരിഞ്ഞോളൂ. ഇത് പോയി, ഇപ്പൊ തന്നെ പോയി. അമ്മ അമ്മയ്ക്ക് ഇനി കൈ കൊണ്ട് വാരി കഴിക്കാൻ പറ്റില്ല. ഞാൻ വാരി തരാം അമ്മയ്ക്ക്. എന്താടാ എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്കുവോ? ഞാനത് തന്നെ കഴിക്കുന്നത് എനിക്കൊരു തൃപ്തി. അത് ഞാൻ കഴിച്ചോളാം. നീ അതവിടെ പോയി. ഇല്ല ഞാൻ സമ്മതിക്കില്ല. ഞാൻ തന്നെ അമ്മയ്ക്ക് വാരി തരും. അമ്മയ്ക്ക് കൈ അനക്കല്ലേ കൈ അനക്കല്ലോ. അത് പോയല്ലോ. ഇല്ലല്ലോ കൈ അനക്കല്ലേ. അമ്മയ്ക്ക് ഞാൻ വാരി തരാം. ആ കാണിച്ചേ. യോ സാമ്പാർ ഒഴിച്ചില്ല. നല്ല സാമ്പാറുണ്ട്. എന്തോന്ന് വാരി കൊടുക്കുന്നു? അമ്മക്ക് എന്തോ പറ്റിയത്? അമ്മയുടെ കൈ വയ്യ. എന്തു പറ്റിയമ്മ? അമ്മയുടെ കൈ മുറിഞ്ഞു. ഒന്നും പറ്റില്ല. ഒന്നുമില്ല, ചുമ്മാ ഒരു സൂചി കൊണ്ട് സൂചി കുത്തി കയറിയതാണ്. അമ്മയ്ക്ക് ചോറ് കൈ കൊണ്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ വാരി കൊടുക്കും. പിങ്കിമോളെ പ്രസവിച്ച് കിടന്നപ്പോ അമ്മ ഒരുപാട് എനിക്ക് ഉരുട്ടി ഉരുട്ടി തന്നിട്ടുള്ളതാ. അതുപോലെ എനിക്ക് ഉരുട്ടി ഉരുട്ടി കൊടുക്കണം അമ്മയ്ക്ക്. 13 വയസ്സായി. അപ്പോഴാ ഓർത്തെ. എന്റെ പൊന്നു സുരഭി, ഞാൻ 100 തവണ പറഞ്ഞല്ലേ ഇല വേണ്ട, പാത്രം മതി, പാത്രം മതി. കേട്ടില്ലല്ലോ? വേണ്ട. കുഴപ്പമില്ല, പാത്രത്തിൽ കഴിച്ചോളൂ. അമ്മ ഞാൻ കഴിച്ചോളാം. എന്റെ പൊന്നു മക്കളെ ഞാൻ കഴിച്ചോളാം. അതെ എനിക്ക് തന്നെ കഴിക്കും. എനിക്കൊരു തൃപ്തിയാണ്. എനിക്ക് ഉരുട്ടി തരണം അമ്മയ്ക്ക്. ഓ അല്ല, നീ ഇങ്ങനെ ഉരുട്ടാതെ എന്നെ ഇട്ടിട്ട് ഞാനങ്ങ് കഴിച്ചാ പോരെ. അമ്മ ആ കൈയിന് നനയ്ക്കരുത്. ഇല്ല നനച്ചില്ല. അതുകൊണ്ടാ ഞാൻ തന്നെ വാരി തരാം. അമ്മയുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. നീ ഒന്നും മിണ്ടാതിരിക്കോ? അമ്മയ്ക്ക് എനിക്കറിയാം എന്താ സംഭവിക്കുന്നേ. എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. സാമ്പാർ എല്ലാം എന്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാ. പിന്നെ കാലുകൊണ്ട് എങ്ങനെയാ ഉണ്ടാക്കുന്നത്? അമ്മ എനിക്ക് എത്ര ഉരുളയാണ് ഉരുട്ടി തന്നെ. അതുപോലെ എനിക്ക് അമ്മയ്ക്ക് ഉരുട്ടി തരണം. അല്ല ഞാനിപ്പോ ആരെയും പ്രസവിച്ചൊന്നും കിടക്കുവല്ലോ. നീ അതവിടെ പോയി, ഞാൻ കഴിച്ചോളാം. കൈ വയ്യാത്തതാ അമ്മ. നോക്കി അമ്മ കഴിക്കുന്നില്ല. ഒരു കുഴപ്പവും ഇല്ല. ഇത് പറഞ്ഞില്ല അമ്മ. അത് തന്നെ ഇവിടെ പോയി ഞാൻ കഴിക്കാം. എന്റെ പൊന്നു മക്കളെ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. എന്താടാ? അല്ല ഒരു വിവരം പറഞ്ഞായിരുന്നു, അത് വന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. വളച്ചുകെട്ടാതെ കാര്യം പറയടാ. അമ്മ, ദുബായ് കമ്പനിയിൽ നിന്ന് ഇപ്പൊ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് മൊത്തം 6 പേരെയായിരുന്നല്ലോ ക്ഷണിച്ചത് അങ്ങോട്ട്, വനിതകളെ. ലാസ്റ്റ് റൗണ്ടില് അമ്മയുടെ പേര് അവര് റിജക്ട് ചെയ്തു. അല്ല ഈ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കായിരുന്നു ഈ സെലക്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ അവരെ ക്ലോസ് ആയിട്ടുള്ള ഇതില് അമ്മയ്ക്ക് 61 അവരറിഞ്ഞു. ക്ഷമാപണം പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ അവർ അയച്ചായിരുന്നു. അപ്പൊ PSC മാത്രമല്ലല്ലേ, ഇതിന് ഏജ് ഓവർ ഉണ്ടല്ലേ. ഇനിയിപ്പൊ അമ്മ ഒറ്റയ്ക്ക് വാരി കഴിക്കുമായിരിക്കുമല്ലേ. കുഞ്ഞു മുറിവല്ലേ സൂചി കൊണ്ട്. അങ്ങനെ പറ്റൂലെന്നും കണ്ടാ പറഞ്ഞ. ചെറിയ മുറിവ് മുത്തോണ്ണ. അമ്മ വിഷമിക്കൊന്നും വേണ്ട. ഇതിനേക്കാൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റി അമ്മയ്ക്ക് ഉടനെ കിട്ടും. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് അടിച്ചു പൊളിക്കാം. അല്ലേ സുരഭി? അങ്ങനെ കൊച്ചമ്മ നോക്കിക്കോ, ഇതിനേക്കാളും നല്ലൊരു അവസരം കൊച്ചമ്മയ്ക്ക് വരും. ഞാനാ പറയുന്നത്. അതൊക്കെ വരുവടാ. പക്ഷെ ഇവിടുത്തെ കാര്യമാ എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. ചോറ് വാരി തരാനും കാലിൽ എണ്ണ ഇടാനും ഒരു ദുബായ് വിചാരിച്ചപ്പോ എന്തൊക്കെ പറ്റി. ഞാൻ കഴിഞ്ഞ 61 വർഷമായിട്ട് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യോ. ദുബായ് പോയതോടെ ആളും അങ്ങ് പോയല്ലോ. ദൈവമേ, എല്ലാം കാണുന്നുണ്ടല്ലോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.